ഹലോ, എല്ലാവർക്കും അഗ്രിഗുരുവിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണയായിട്ട് കേൾക്കാറുള്ള ഒരു കാര്യമാണ് ആസിഡ് സോയിൽസിനെ പറ്റി. പ്രത്യേകിച്ച് കേരള സോയിൽസ് ആസിഡ് സോയിലാണ് നമ്മൾ കേൾക്കാറുണ്ട്. സോ ആസിഡ് സോയിൽ എന്ന് വെച്ചാൽ എന്താണ്? ആസിഡ് സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിലിൻ്റെ pH വളരെ കുറവായിരിക്കും. അതായത് 6.5 ബിലോ ആയിരിക്കും സോയിലിൻ്റെ pH വരുന്നത്. സോ ഈ സോയിൽ ആസിഡ് സോയിലായിട്ട് മാറുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ സോയിൽ അസിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? സോ സോയിൽ അസിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിലിൻ്റെ എക്സ്ചേഞ്ച് സൈറ്റിലും അതേപോലെ സോയിൽ സൊല്യൂഷനിലും ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് നമുക്ക് ഈ സോയിൽ അസിഡിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സോയിൽ അസിഡിറ്റി എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടേം ആണ്. അതായത് ഒറ്റ ഒരു കാര്യം മാത്രമാണോ ഈ സോയിൽ അസിഡിറ്റിക്കകത്ത് വരുന്നത്? സാധാരണയായിട്ട് അങ്ങനെയല്ല. ഒരു സോയിൽ അസിഡിറ്റിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. സോ ഈ മൂന്ന് പാർട്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ആക്ച്വലി ഒരു ടോട്ടൽ സോയിൽ അസിഡിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തെ പാർട്ടാണ് നമ്മൾ ആക്റ്റീവ് അസിഡിറ്റി എന്ന് പറയുന്നത്. സോ ആക്റ്റീവ് അസിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ സൊല്യൂഷനകത്തുള്ള ഹൈഡ്രജൻ ആൻഡ് അലൂമിനിയം അയോൺ കോൺസെൻട്രേഷൻ കാരണം ഉണ്ടാവുന്ന അസിഡിറ്റിയാണ്. സോ അതെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ചെറിയ എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ സോയിൽ പൂൾ ആസ് എ ഹോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ചെറിയ എമൗണ്ട് ആയിരിക്കും ആക്റ്റീവ് അസിഡിറ്റി ഉള്ളതെങ്കിൽ പോലും അത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അഗ്രികൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം. ബിക്കോസ് പ്ലാന്റ് റൂട്ട്സിലും അതേപോലെ തന്നെ റൈസോസ്പിയർ മൈക്രോബ്സിലും വളരെ അതിൻ്റെ പോപ്പുലേഷനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ആക്റ്റീവ് അസിഡിറ്റി എന്ന് പറയുന്നത്. സോ ഇനി രണ്ടാമത്തെ ടൈപ്പ് അസിഡിറ്റി എന്ന് പറയുന്നതാണ് എക്സ്ചേഞ്ചബിൾ അസിഡിറ്റി. സോ ആ പേരിൽ പറയുന്ന പോലെ തന്നെ ഇറ്റ് ഇസ് എക്സ്ചേഞ്ചബിൾ, ഇറ്റ് ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ്. സോ എങ്ങോട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോയിൽ കൊളോയിഡ്സ് ഇല്ലേ, നമ്മുടെ സോയിൽ കൊളോയിഡ്സിലെ എക്സ്ചേഞ്ചബിൾ സൈറ്റ്സിലുള്ള ഹൈഡ്രജൻ ആൻഡ് അലൂമിനിയം അയോൺസുമായിട്ടാണ് ഇവിടെ എക്സ്ചേഞ്ച് നടക്കുന്നത്. അങ്ങനെ എക്സ്ചേഞ്ച് നടക്കാൻ പറ്റുന്ന സോയിൽ കൊളോയിഡ്സിൽ പ്രസൻ്റ് ആയിട്ടുള്ള അസിഡിറ്റിയാണ്, അല്ലെങ്കിൽ അയോൺസ് കാരണം ഉണ്ടാകുന്ന അസിഡിറ്റിയാണ് നമ്മൾ എക്സ്ചേഞ്ചബിൾ അസിഡിറ്റി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തതാണ് ഈ രണ്ട് കാറ്റഗറിയിലും വരാത്ത, അതായത് എക്സ്ചേഞ്ചബിൾ സൈറ്റിലും അല്ല അതേപോലെ തന്നെ സോയിൽ സൊല്യൂഷനിലും അല്ലാത്തതാണ് മൂന്നാമത്തെ ടൈപ്പ്. സോ അതിന് നമ്മൾ പറയുന്ന പേരാണ് റെസിഡ്യുവൽ അസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസിഡ്യുവൽ അസിഡിറ്റിയിലുള്ള ഹൈഡ്രജൻ അയോൺസും അലൂമിനിയം അയോൺസും ഒക്കെ എവിടെയായിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത്? സോ അവർ എവിടെയാണ് പ്രസന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോയിൽ കൊളോയിഡ്സിൽ തന്നെ നോൺ എക്സ്ചേഞ്ചബിൾ സൈറ്റ്സ് ഉണ്ടാവുമല്ലോ, എസ്പെഷ്യലി ഓർഗാനിക് കൊളോയിഡ്സിൽ, അല്ലെങ്കിൽ അതങ്ങനെ ബൗണ്ടഡ് ആയിരിക്കും. സോ അങ്ങനെ അങ്ങനെ ബൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ എക്സ്ചേഞ്ചബിൾ സൈറ്റ്സിൽ പ്രസന്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആൻഡ് അലൂമിനിയം അയോൺസ് കാരണം ഉണ്ടാകുന്ന അസിഡിറ്റിക്കാണ് നമ്മൾ റെസിഡ്യുവൽ അസിഡിറ്റി എന്ന് പറയുന്നത്. സോ അപ്പോൾ ആക്റ്റീവ് അസിഡിറ്റി, എക്സ്ചേഞ്ചബിൾ അസിഡിറ്റി, റെസിഡ്യുവൽ അസിഡിറ്റി, ഇവർ മൂന്ന് പേരും കൂടെ ചേരുമ്പോഴാണ്, ഈ മൂന്ന് പാർട്ടും കൂടെ ചേരുമ്പോഴാണ് സോയിലിൻ്റെ ടോട്ടൽ അസിഡിറ്റി എന്ന് നമ്മൾ പറയുന്നത്.